പഹൽഗാം ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട സൗത്ത് കാശ്മീരിൽ 3 ഭീകരർക്കായി ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചു. ഭീകരരെ കുറിച്ച് ഏതെങ്കിലും തരത്തിലുള്ള വിവരങ്ങൾ നൽകുന്നവർക്ക് 20 ലക്ഷം രൂപ പാരിതോഷികവും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഭീകരർക്കായുള്ള അന്വേഷണം തിരച്ചിലും ഊർജിതമായി നടക്കുന്ന ഘട്ടത്തിലാണ് ഇപ്പോൾ അന്വേഷണ ഏജൻസിയും ജമ്മു കാശ്മീർ പോലീസും ചേർന്ന് ഭീകരരെ കണ്ടെത്തുന്നതിനായി നടപടികൾ സ്വീകരിച്ചിരിക്കുന്നത്. പഹൽഗാം ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് പകർത്തിയ ഇതുവരെ പുറത്തുവിടാത്ത ദൃശ്യങ്ങൾ ആരുടെയെങ്കിലും പക്കലുണ്ടോ എന്നും ഭീകരരെ തിരിച്ചറിയുന്ന തരത്തിലുള്ള ഫോട്ടോകൾ ഉണ്ടോ എന്നും അത് അടിയന്തരമായി തങ്ങൾക്ക് നൽകണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് NIA ഒരു വാട്സപ്പ് നമ്പറും മെയിൽ ഐഡിയും പുറത്തുവിട്ടിരുന്നു. ഭീകരർ ഇപ്പോഴും വനത്തിനുള്ളിൽ തന്നെ തമ്പടിച്ചിട്ടുണ്ടെന്ന നിഗമനത്തിലാണ് NIA ഉള്ളത്. ഇവർ ഭക്ഷണത്തിനായും മറ്റ് ആവശ്യങ്ങൾക്കായും ജനവാസ കേന്ദ്രങ്ങളിൽ എത്തിയേക്കാമെന്ന ലക്ഷ്യത്തിലാണ് ഇപ്പോൾ ലുക്കൌട്ട് നോട്ടീസ് ഇറക്കിയിരിക്കുന്നത്. ഏപ്രിൽ 22-നായിരുന്നു രാജ്യത്തെ നടുക്കിയ ഭീകരാക്രമണം ഉണ്ടായത്. ജമ്മു കാശ്മീരിലെ പഹൽഗാമിൽ ബൈസണിയിൽ 26 വിനോദസഞ്ചാരികളാണ് ഭീകരരുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. അതേസമയം ഓപ്പറേഷൻ സിന്ദൂറിന് പിന്നാലെ ജമ്മു കാശ്മീരിലെ ഭീകരർക്ക് കനത്ത തിരിച്ചടി നൽകി സുരക്ഷാ സേന. ഷോപ്പിയാനിലെ ഏറ്റുമുട്ടലിൽ 3 ഭീകരരെ സേന വധിച്ചു. ഭീകരിൽ ഒരാൾ കാശ്മീർ സ്വദേശിയാണെന്നും സൂചനയുണ്ട്. പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നിൽ പ്രവർത്തിച്ചതായി കരുതപ്പെടുന്ന ആദിൽ ഹുസൈൻ തോക്കർ, അലിഫായ്, ഹഷിം മൂസ എന്നിവരെ പിടികൂടുന്നതിനായി സുരക്ഷാ ഏജൻസികൾ പോസ്റ്ററുകൾ സ്ഥാപിച്ചതിന് തൊട്ടു പിന്നാലെയാണ് ഏറ്റുമുട്ടലുകൾ ഉണ്ടായത്. ന്യൂസ് ഡെസ്ക് സാക് ന്യൂസ്. നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്താനായി സാക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു.